ഫിറായി ഹസീൻ ദിൽറുബ നെറ്റ്ഫ്ലിക്സ് മൂവിയാണ്. 2021 ഇറങ്ങിയ ഹസീൻ ദിൽറുബ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടിലൂടെയാണത്. ഫസ്റ്റ് മൂവി ഡയറക്ടഡ് ബൈ വിനിൽ മാത്യു ആൻഡ് സെക്കൻഡ് പാർട്ട് ഡയറക്ടഡ് ബൈ ജയപ്രദ് ദേശായി. റൈറ്റേഴ്സ് രണ്ടിലും സെയിം ആണ്, കനിക ദില്ലോൺ. ഫസ്റ്റ് പാർട്ട് ലവ് ബിട്രിയൽ ഒക്കെ ബേസ് ചെയ്താണ്, പക്ഷേ വളരെ സിമ്പിൾ ആൻഡ് ഡീസൻ്റ് ആയിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ആയപ്പോൾ റൈറ്റർ വിചാരിച്ച് കാണും കുറച്ചുകൂടെ ലെവൽ കൂട്ടേണ്ടി വരും, എല്ലാ ക്യാരക്ടേഴ്സിനെയും ഗ്രേ ആക്കണം, ഇൻട്രസ്റ്റിംഗ് ആക്കണം, കൂടുതൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ കൊണ്ടുവരണം. പടം തുടങ്ങുന്നു, ഇൻട്രൊഡക്ഷൻ സീൻ അത് പൊളിച്ചു. ഭയങ്കര രസകരമായിട്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആ ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന നിമിഷം വരെ, അതിനുശേഷവും അവസാനത്തെ 40 മിനിറ്റ്സ് വരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗും ഭയങ്കര ഇൻട്രിഗിംഗ് ആയിട്ട് തന്നെയാണ് ഈ സിനിമ പോണത്. പക്ഷെ ലാസ്റ്റ് 40 മിനിറ്റ്സ്, മുന്നത്തെ ഹസീൻ ദിൽറുബ എന്ന സിനിമയിലും ഈ ലാസ്റ്റ് 40 മിനിറ്റ്സ് ആണ് കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ കൊണ്ടുവരുന്നത്. ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ട്വിസ്റ്റ് ഒന്നും അല്ലെങ്കിൽ പോലും നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ എഴുതി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻസ്റ്റാൾമെന്റിൽ കുറേ സംഭവിക്കുന്നുണ്ട്, ലവ്, ലാസ്റ്റ്, ബിട്രയൽ, റിവെഞ്ച് എല്ലാം. പക്ഷേ ബ്രില്യൻസ് അത് ഇവിടെ ഇല്ല. റൈറ്റിംഗ് നല്ല രീതിയിൽ ഫോൾട്ടർ ആവും ക്ലൈമാക്സ് മൊമെന്റ്സിലൂടെ എത്തുമ്പോൾ. പിന്നെ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഒരു എക്സൈറ്റിംഗ് ആയിട്ട് നമുക്കൊന്നും ഫീൽ ചെയ്യില്ല, ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കാണാന്നല്ലാണ്ട്. സോ റൈറ്റിംഗ് ആണ് സിനിമയുടെ ഒരു മെയിൻ നെഗറ്റീവ് ഫാക്ടറായിട്ട് ഫീൽ ചെയ്തത്. കുറേ മൊമെന്റ്സ് ഒക്കെ ബെറ്റർ ആയിട്ട് എഴുതിയായിരുന്നെങ്കിൽ നമുക്ക് ഡീസൻ്റ് ആണെന്നെങ്കിലും പറയായിരുന്നു. പക്ഷേ ഇത് ഒരു ആവറേജ് സിനിമ മാത്രമാണ് അനുഭവപ്പെട്ടത്. പെർഫോമൻസസ് ഡീസൻ്റ് ആയിരുന്നു. വിക്രന്ത് മാസെ, താപ്സി പണ്ണു, സണ്ണി കൗശൽ, ജിമ്മി ഷെർഗിലിനെയും ആ ഒരു കോപ്പർ റോളിൽ കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ആ ക്യാരക്ടർ ഭയങ്കര മറ്റേതാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അല്ല ആ ക്യാരക്ടറിനെ എഴുതിയിരിക്കുന്നത്. ആ ഒരു ആക്ടറിനെയും ആ ഒരു ക്യാരക്ടറിനെയും ഭയങ്കര ബാഡ്ലി റിട്ടണമായിരുന്നു, ഭയങ്കര നല്ല രീതിയിൽ അണ്ടർ യൂട്ടിലൈസും ചെയ്തിട്ടുണ്ട്. പിന്നെ ഹസീൻ ദിൽറുബ എന്ന സിനിമയിലെ ആ ഒരു പോലീസ് ഓഫീസർ ഉണ്ട് ഇതിനകത്ത്, ആ ഒരു ക്യാരക്ടറിനെയും ഈ റൈറ്റർമാരെ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല. മ്യൂസിക് ഭയങ്കര നന്നായിട്ട് ഭയങ്കര രസകരമായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈവൻ DOP ഭയങ്കര നല്ല വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കളേഴ്സ് ഒക്കെ ഭയങ്കര രസമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു ഡിഫറെന്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻട്രിഗിംഗ് റൊമാൻറ്റിക് ത്രില്ലറാണ് ഉദ്ദേശിച്ചത്. പക്ഷെ റൈറ്റിങ്ങിന് ആ ഒരു ഇഷ്യൂ കാരണം ഫിറായി ഹസീൻ ദിൽറുബ ഒരു ആവറേജ് സിനിമയായിട്ടാണ് മാറിയത്. ഹസീൻ ദിൽറുബ എന്ന സിനിമ കണ്ടവർക്ക് സെക്കൻഡ് പാർട്ട് കാണാവുന്നേ ഉള്ളൂ, കണ്ടിരിക്കാൻ പറ്റും.